അങ്ങനെ അബൂജാഹിലും സംഘവും ബദറിലേക്ക് പുറപ്പെടുകയാണ്. രംഗം മഹാകവി മോയിൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. തുടരെ മദ്ദളവും മുരശോട് മാറുവ ഒറ്റകളും ഭജയോട് തുടികൾ ദപ്പുകളും കഴിമണി ധ്വനികൾ ദാശികളാൽ കൊടുമ പുല്ലുകൾ പൂള ചൂളുകൾ കൊമ്പു ചങ്കുകളാൽ തികൃതികൾ കോള് താളമേ ഓടി ചാടിയും സഫുനിപ്പുകളാൽ പുടവ കിടുകിട നെടിയ നെടിൽകളും ചൊടിയ മുതുകിട ചമയം സമ്മനെട്ടു കുടവ ഇട ചിലർകൾ കയറയും ഇടയിൽ നട പുനവെ വരി വരി വരികൾ നീക്കുവതായും ഇടയിൽ നീക്കുവതായും വരുവറോക്കുവതായും അണികളിപ്പടി തായം ബിരിത പോരർ ശുചായികളായുധ പൊതുവെ അണിയവെ വേളുമത്തീരർ കൊടുമയർ പാൽ കണക്കാരർ പിന്നണി കുതിരാം നെടിൽകളും സർവരക്കാരർ പുറമണി പിടർ മര കൊടുമമെ തവർ കാലണിക്കാരർ ചെല്ലുരിറ്റിരി തത്തിരിറ്റിരി വിളി കുശലാൾ പെരുവിളി ചണ്ടു മുട്ടുകളാൽ